ബെഞ്ച് രൂപീകരിക്കുന്നതിലും 9-അംഗ ബെഞ്ചിൽ കേസിന്റെ വാദം എന്ന് മുതൽ തുടങ്ങുമെന്നതിലും തീരുമാനമുണ്ടായേക്കുമെന്ന സൂചനകളാണ് വരുന്നത്. ഏതിനാണ് കൂടുതൽ സാധ്യത? ഏത് നടപടിയിലേക്കായിരിക്കും കോടതി കടക്കാൻ സാധ്യത കൂടുതൽ? ഭരണഘടനാ ബെഞ്ചായിരുന്നു നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത്. അതുകൊണ്ട് ഒരു പുനഃപരിശോധന ഹർജി കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ അത് ഭരണഘടനാ ബെഞ്ച് തന്നെ ആയിരിക്കുമോ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം ആ കോടതിയാണ് അതിനിപ്പോൾ വ്യക്തമാക്കേണ്ടത്. അതിൽ നാളെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ ഒരു ഭരണഘടനാ ബെഞ്ച് അതിനായിട്ട് രൂപീകരിക്കും. ആ ബെഞ്ച് എപ്പോൾ മുതൽ വാദം കേൾക്കും എന്ന് ഒരു തീയതി കൂടി അറിയാനുണ്ട്. അതും നാളെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് നിലവിൽ അഭിഭാഷകരുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നാളെ എന്തായാലും നിർണായകമാണ്. നാളെ തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഈ ഭരണഘടനാ ബെഞ്ച് തന്നെയായിരിക്കും ഈ കേസിൽ വാദം കേൾക്കുക എന്നതിനെക്കുറിച്ച് അതിന് തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചായിരിക്കും നാളെ ഈ കേസ് രാവിലെ പരിഗണിക്കുക. ആ സമയത്ത് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഹർജിക്കാരും ഇതിൽ അവരുടെ നിലപാട് അറിയിക്കുക. പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു പുനഃപരിശോധന സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ആ കോടതി ഒരുപക്ഷെ വാദം കേൾക്കുക. വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വാദം കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ യുവതീ പ്രവേശനം അനുവദിച്ച അതിൻ്റെ ഒരു പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ രാവിലെ തന്നെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. ആ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ഹർജിക്കാരുടെയും എല്ലാം വാദങ്ങൾ വിശദമായിട്ട് തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേൾക്കുകയും ചെയ്യും. ഫൈസൽ അസീസ് തുടരുന്നുണ്ട്. ഫൈസൽ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല വിഷയം വീണ്ടും കോടതിയിലെത്തുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. പ്രത്യേകിച്ചും NSS സമീപകാലത്ത് സർക്കാരിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. ചെറിയ ശരിദൂരവും പിന്നീട് സമദൂരവും പിന്നീട് നിലപാട് മാറ്റിയെങ്കിൽ കൂടിയും സർക്കാരിനൊപ്പം തന്നെ എന്ന ഒരു ഫീല് തോന്നിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ശബരിമല യുവതീ പ്രവേശനം പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത്. NS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പുതിയ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കവേ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനം ഇതിനകത്ത് എടുക്കും എന്നാണ് ഇപ്പോൾ NSS അടക്കമുള്ള സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ ഈ NSS പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും സർക്കാർ ഇതിൻ്റെ ഒരു തിരുത്തൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അദ്ദേഹം പ്രധാനമായും സർക്കാർ തിരുത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതായത് ഈ സുപ്രീം കോടതി ഈ ഭരണഘടനാ ബെഞ്ച് ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകിയ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന രീതിയിലേക്കടക്കം അവർക്ക് പ്രൊട്ടക്ഷൻ നൽകി സ്ത്രീകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുന്ന അടക്കമുള്ള ഇതിലേക്ക് നീങ്ങിയതാണ്. 2019 നമ്മൾ കണ്ടത്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അന്ന് CPM-ന് LDF-ന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിടുന്നത്. കാരണം 20-19 സീറ്റും UDF ജയിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിന് ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ഒരു ഘട്ടമായിരുന്നു. പിന്നീട് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങി. നാമജപ ഘോഷയാത്ര, അതുപോലെ അത്തരത്തിൽ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. അതിനുശേഷമാണ് ആ ഒരു ശബരിമല യുവതീ പ്രവേശനം സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായി, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ ഒരു തിരിച്ചടി ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്ത തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇല്ലാതിരിക്കാൻ ഒരു സാഹചര്യം കൂടി സംസ്ഥാന സർക്കാർ നോക്കും. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചിലപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ തിരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അത് തന്നെയാണ് ഇവർ ഈ സമുദായ സംഘടനകളും പ്രതീക്ഷിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് അതിലൊരു പ്രതീക്ഷ ഉണ്ട് തന്നെയാണ്. അത് തന്നെയാണ് ഈ NSSന്റെ ആഗ്രഹം എന്ന് തന്നെയാണ്. അതായത് സർക്കാർ തിരുത്തൽ നടപടി ഉണ്ടാകും, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിരുത്തും എന്ന് തന്നെയാണ് NSSന്റെ ആഗ്രഹം. അത് തന്നെയാണ് NSS പ്രതീക്ഷ വെക്കുന്നത്. സൈഫുദ്ദീൻ. ശരി ഫൈസൽ, സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി പാലക്കാട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. സാജിദിലേക്ക് പോകുന്നു. സാജിദ്, ശബരിമല യുവതീ പ്രവേശനത്തിലെ മുൻ നിലപാട് തിരുത്തുമോ എന്ന ചോദ്യത്തിനാണ്. അതന്ന് കോടതിയുടെ നിലപാടും കോടതിയുടെ ഉത്തരവും നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. ആ വിധി വന്ന് ഒരു 6-7 വർഷത്തോളം ആ ഒരു പ്രതികരണത്തിൽ മാത്രമാണ് പാർട്ടി നിന്നത്.
ആ ഒരു പ്രതികരണത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ഇനിയും കഴിയുമോ? നാളെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിക്കേണ്ടി വരും. അതിലൊരു വ്യക്തത, ആ ഒരു നിലപാട് രൂപീകരണത്തിലേക്ക് പാർട്ടി പോയിട്ടുണ്ട് എന്നതിന്റെ സൂചനകൾ ഗോവിന്ദൻ മാസ്റ്റർ വാക്കുകളിലുണ്ടോ? സൈഫുദ്ദീൻ, ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്താണ് ഈ സർക്കാർ കോടതിയിൽ പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഈ എം.വി. ഗോവിന്ദൻ മാഷ് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പറഞ്ഞില്ല. അതായത് അത് സർക്കാരാണ് പറയേണ്ടത്, തങ്ങൾ അല്ല എന്ന രീതിയിലായിരുന്നു. എന്നാൽ അത് അന്ന് ഈ കോടതി എന്ത് നിലപാടാണ്, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ അന്ന് എടുത്ത ഒരു നിലപാടുണ്ട്, അതിൽ മാറ്റമുണ്ടാകുമോ എന്ന് ചോദിച്ചു. പിന്നീട് അതിൽ CPM-ന്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ അവസാനം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ നിലപാട് പറയേണ്ട സമയത്ത് പറയും എന്നുള്ളതാണ്. കാർൽ മാർക്സിന്റെ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തു. മാറാത്തതായി ഉള്ളത് മാറ്റം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ നിലപാട്, അതായത് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ള ആ നിലപാടിൽ നിന്ന് മയപ്പെട്ടിരിക്കുന്നു, വിശ്വാസികൾക്കൊപ്പം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വിശ്വാസികൾക്കൊപ്പവും അതായത് സുപ്രീം കോടതി വിധിയും, ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത് തീർച്ചയായും ഒരു സൂചന തന്നെയാണ്. അതായത് ഈ വിശ്വാസികളുടെ വികാരങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അതായത് അവിടെ നിലവിൽ നിൽക്കുന്ന ആചാരങ്ങൾ അതേ രീതിയിൽ പോകണമെന്നൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് എം.വി. ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ.